സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റേതാണ്. ഐൻസ്റ്റീൻ. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റേതാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹോക്ക്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹോക്ക്. ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ബെനീറ്റോ മുസോളിനിയാണ്. ബെനീറ്റോ മുസോളിനി. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. മാൽഗുഡി ഡേയ്സ് രചിച്ചത്, കൃതിയുടെ പേര് മാൽഗുഡി ഡേയ്സ്. ആരുടെ കൃതിയാണ്? RK നാരായണന്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീര ചക്രമാണ്. ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ആണ്. ടാഗോർ. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിലോളജി ഭാഷ. ഭ്രാന്താലയം എന്ന കൃതി രചിച്ചത് കേശവദേവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ്. ഉറൂബിൻ്റെ യഥാർത്ഥ പേരാണ് PC കുട്ടിക്കൃഷ്ണൻ. ഉമ്മാച്ചു രചിച്ചത് ഉറൂബാണ്. ഉമ്മാച്ചു എന്ന കൃതി ആരുടേതാണ്? ഉറൂബ്. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നത് രാജ്കുമാരി അമൃത് കൗർ. EMS രചിച്ച ആദ്യത്തെ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? EMS ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. AO ഹ്യൂം. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ബംഗളൂരു. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയാണ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ആണ്. വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത്? മാംഗോ സിറ്റി സേലം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കർണാടകത്തിലാണ്. കർണാടകം. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീപുത്രം. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂരാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ.
ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി? നാലാട്ട് നാരായണ മേനോൻ. നാലാട്ട് നാരായണ മേനോന്റെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. എത്ര ബ്ലോക്കുകളാണുള്ളത്? 4 ബ്ലോക്കുകളാണുള്ളത്. UN പതാകയിലെ ചിത്രം. UN പതാകയിലെ ചിത്രം ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടം. ഏതിൻ്റെ പതാകയിലെ ചിത്രമാണ്? UN പതാകയിലെ ചിത്രമാണ് ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായരാണ്. പാലാ നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ച വർഷം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു നദിയാണ്. ഇന്ദുലേഖ രചിച്ചതാര്? ഇന്ദുലേഖ എന്ന കൃതി ഒ ചന്തുമേനോനാണ്. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രാമാനുജം ഏത് വിഷയത്തിലാണ് പ്രസിദ്ധം? ഗണിതമാണ്. ഗണിതം. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം. ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിലാണ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ്. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം കെന്റ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം ശുക്രൻ. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി സെൻ ഗുപ്ത കമ്മിറ്റി. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ ഗുപ്ത കമ്മിറ്റി. ട്രോക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? ട്രോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. 1215 ജൂൺ 15 പ്രാധാന്യം മഗ്ന കാട്ട ഒപ്പുവെച്ചു. 1215 ജൂൺ 15 പ്രാധാന്യം മഗ്ന കാട്ട ഒപ്പുവെച്ചു. 1776 ജൂലൈ 4 പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം. 1776 ജൂലൈ 4. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1. അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? മലമ്പുഴ അണക്കെട്ട് പാലക്കാട് ജില്ലയിലാണ്. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവൻ. മഹാഭാരതം രചിച്ചത് വ്യാസൻ. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടാണ്. ആൽഗകൾ എവിടെ കാണുന്നു? ആൽഗകൾ ജലത്തിലാണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റാണ്. സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ്. ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജാ ഹരിചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജാ ഹരിചന്ദ്ര. ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദമാണ് ആദ്യത്തെ വേദം. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് PC മഹാലനോബിസ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം അല്ലെങ്കിൽ ആസിഡാണ് സിട്രിക് അമ്ലം അല്ലെങ്കിൽ സിട്രിക് ആസിഡ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എവിടെയാണ്? പനാജിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് പനാജി. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖഡക് വാസ്ലയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായിട്ട് ഉപയോഗിച്ച രാജ്യം ചൈന. പറങ്കിപ്പടയാളി രചിച്ചത്? പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. കൃതിയുടെ പേര് പറങ്കിപ്പടയാളി.
പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി എൻ കരുണാണ്. പിറവി സംവിധായകൻ ആരാണ്? ഷാജി എൻ കരുൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്താണ്? പുൽത്തുമ്പിലൂടെ അധികമായിട്ടുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമൻ. ഫാക്ടം ഫോഴ്സിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില. ബജാവത്ത് റിപ്പോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബജാവത്ത് പത്രപ്രവർത്തകരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബജാവത്ത് റിപ്പോർട്ട്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി ആണ്. ലിത്താർജ് ഏതിൻ്റെ അയരാണ്? ലിത്താർജ് കറുത്തീയത്തിൻ്റെ അയരാണ് ലിത്താർജ്. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ലാസ ധർമ്മശാലയാണ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. ഘൃതുസംഹാരം രചിച്ചത്, കൃതിയുടെ പേര് ഘൃതുസംഹാരം, രചിച്ചതാരാണ്? കാളിദാസനാണ്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത് ഏത് വർഷമാണ്? 1997. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിലാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിന് ഉള്ളിലാണ്. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. പദ്ധതിയുടെ പേര് ജൻധൻ യോജന. ഏറ്റവും വലിയ ആസ്ട്രോയിഡ് സിറീസ്. ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോം. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിർദൽ. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിർദൽ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മണിപ്രവാളം മലയാളവും സംസ്കൃതവും ചേർന്നതാണ്. മലയാളവും സംസ്കൃതവും. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത്? വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. ആംഫോടെറിക്. വഡോദരയുടെ പഴയ പേര് ബറോഡ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ A ആണ്. കംബോജിയുടെ പുതിയ പേരാണ് കംബോഡിയ. കരുണ രചിച്ചത്, കൃതിയുടെ പേര് കരുണ, രചിച്ചത് കുമാരനാശാനാണ്. കുമാരനാശാൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. ആത്മകഥയുടെ പേര് കവിയുടെ കാൽപ്പാടുകൾ. ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ആലപ്പുഴ. കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രമാണ്. കൂടൽമാണിക്യ ക്ഷേത്രം. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര ഹിമാചൽ പ്രദേശിലാണ്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണുവാണ് മൈക്രോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്രോബാക്ടീരിയം ലെപ്രെ. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? കുടൽ കമ്മീഷൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ. കുവൈറ്റി ദിനാർ. ക്യൂബയുടെ തലസ്ഥാനം ഹവാന. സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് സർഗാസോ കടൽ. ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ് ആണ്. ജോനാഥൻ സ്വിഫ്റ്റ്. ഗളിവറുടെ സഞ്ചാര കഥകൾ.
സാത്താനിക് വേഴ്സസ് രചിച്ചത് സൽമാൻ റുഷ്ദിയാണ്. സൽമാൻ റുഷ്ദി. സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? പക്ഷി ശാസ്ത്രജ്ഞനാണ്. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാം വിനായക് ഗോഡ്സെ. വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ തരിശുഭൂമി രചിച്ചത്? കൃതിയുടെ പേര് വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ തരിശുഭൂമി. രചിച്ചത് T.S. ഏലിയറ്റ് ആണ്. T.S. ഏലിയറ്റ്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് P.K. ഭാവയാണ്. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ P.K. ഭാവ. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പീറ്റ്മാൻ. ഐസക് പീറ്റ്മാൻ. ഗോൾ ഗുംബാസ് എവിടെയാണ്? ബീജാപ്പൂരാണ് ഗോൾ ഗുംബാസ്. ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഘാന. തായ്ലാൻഡിൻ്റെ തലസ്ഥാനം ബാങ്കോക്ക്. CBIയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഗുരുസാഗരം രചിച്ചത്? ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് O.V. വിജയനാണ്. O.V. വിജയൻ. സുവർണ പക്കോടകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാർ. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? തപ്തി നദിയുടെ തീരത്താണ് സൂറത്ത്. സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ്. സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണമാണ് ചിപ്കോ പ്രസ്ഥാനം. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ നദിയുടെ തീരത്താണ് ജബൽപൂർ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴിയാണ്. തകഴി. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 1945 ഒക്ടോബർ 24. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. വെൽത്ത് ഓഫ് നേഷൻസ് രചിച്ചത് ആദം സ്മിത്ത്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1663. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകമാണ് കിലോവാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. ജൈന മതസ്ഥാപകൻ മഹാവീരൻ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടനീസമാണ്. റേഡിയോ കണ്ടുപിടിച്ചതാരാണ്? മാർക്കോണിയാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 24. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഫെബ്രുവരി 21. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. ലോകത്തിലെ ആദ്യത്തെ ബിറ്റ്കോയിൻ ATM സ്ഥാപിച്ച സ്ഥലം വാൻകൂവറാണ്. വാൻകൂവർ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വട്ട്. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്ത് കാണപ്പെടുന്നത് എന്ത് മണ്ണാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ആരുടെ നേതൃത്വത്തിലായിരുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? യമുന നദിയുടെ തീരത്താണ്. ഓങ്കസെ വർഗ്ഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിറ്റ്. വർക്കല ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒരു മൈൽ എത്ര കിലോമീറ്ററാണ്? 1.609 കിലോമീറ്ററാണ് ഒരു മൈൽ എന്നത്. 1.609. ഒറിജിൻ ഓഫ് സ്പീഷ്യസ് രചിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ഒറിജിൻ ഓഫ് സ്പീഷ്യസ്.
ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങളാണുള്ളത്. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും, രചിച്ചത് ടോൾസ്റ്റോയി ആണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന. ഓറോവെല്ലി എവിടെയാണ്? പുതുച്ചേരിയിലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്